നമസ്കാരം. തൃക്കേട്ട നാളിൻ്റെ പ്രത്യേകതകളും അവസ്ഥകളും ഗുണദോഷ സ്ഥിതികളും കണക്കിലെടുക്കുമ്പോൾ നക്ഷത്രാധിപൻ ബുധനാണ്. എല്ലാ കേട്ട നാളുകാരും ബുധദശയിൽ ജനിക്കുന്നു. ബുധദശയെ തുടർന്ന് കേതു, ശുക്രൻ, ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു ഇങ്ങനെയുള്ള ദശാകാലങ്ങൾ തുടർന്ന് വരികയാണ്. നിങ്ങൾ നാള് തുടങ്ങി എത്ര നാഴിക വിനാഴികയ്ക്കാണ് ജനിച്ചത് എന്നുള്ളതിനെ ആശ്രയിച്ച് ശിഷ്ട ബുധദശാകാലം എത്ര വർഷം മാസം ഉണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ് ആദ്യമായിട്ട് വേണ്ടത്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ തുടർന്നുള്ള ദശാകാലങ്ങളെ അവലോകനം ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ നമുക്ക് വരുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. നമുക്ക് എല്ലാ കാര്യങ്ങളിലും തടസ്സം, തീവ്രമായ മനപ്രയാസങ്ങൾ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, പകർച്ചവ്യാധികൾ, ധനനഷ്ടങ്ങൾ തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് ജാതകം തയ്യാറാക്കി പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. നമ്മൾ ഗണപതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, നാരങ്ങാമാല, മോദകം നിവേദ്യം, മുക്കുറ്റി പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്യുന്നത് പൊതുവെ നല്ലതാണ്. അതോടൊപ്പം സിദ്ധിവിനായക കലശം എന്ന് പറയുന്ന ചടങ്ങ് വീട്ടിൽ നടത്തുന്നതും വളരെയധികം പ്രയോജനം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എമറാൾഡ് അഥവാ മരതക കല്ല് വെള്ളി മോതിരത്തിലാക്കി ധരിക്കുന്നത് പ്രയോജനം ചെയ്യും. നമ്മളുടെ സമഗ്രവും സമ്പൂർണവുമായ ഗ്രഹനില തയ്യാറാക്കി അതിനനുസരിച്ചുള്ള പ്രതിവിധികൾ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമായി കാണുന്നത്.